നിങ്ങൾ ദുആ ചെയ്യ്, എനിക്ക് മക്കളില്ല. നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകന, എനിക്ക് മക്കളെ കിട്ടാൻ ദുആ ചെയ്യ്. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ ഈ പെണ്ണിന് നീ സന്താനത്തെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസാ ദുആ ചെയ്യണ്ട, മക്കളെ കിട്ടില്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കളുണ്ടാകും. ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാ? ഞാൻ ഇനി പറഞ്ഞിട്ട് എന്തായാലും ആവണ്ട. പ്രസവിക്കാത്ത പെൺകുട്ടികൾക്ക് എന്തോ പറയില്ലേ? എന്തോ ഞങ്ങളുടെ നാട്ടിൽ പറയണതും നിങ്ങളുടെ നാട്ടിൽ പറയണതും തമ്മിൽ വ്യത്യാസമായിട്ട് ഇനി വെറുതെ എന്തിനാ? അല്ലാഹു കാക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ പെണ്ണ് പ്രസവിക്കില്ല, നീ ദുആ ചെയ്യണ്ട. ഈ പെണ്ണ് പിന്നെയും നിർബന്ധിച്ച് ദുആ ചെയ്യാ. പിന്നെ ദുആ ചെയ്തപ്പോൾ അല്ലാഹ് പറഞ്ഞു ഇത് തന്നെയാ. മൂസാ നബി അലൈഹിസ്സലാം ഈ പെണ്ണ് പോയി കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് മൂസാ നബിയുടെ മുമ്പിൽ. മൂസാ നബി ചോദിച്ചു, ഈ കുഞ്ഞ് ഏതാ? എന്റേതാ നബി. നിങ്ങൾ അന്ന് ദുആ ചെയ്തില്ല, എന്റേതാ. നിങ്ങൾ അന്ന് ദുആ ചെയ്തില്ല, ഈ കുഞ്ഞ് എന്റേതാ. നിങ്ങൾ ദുആ ചെയ്യണം. എന്തിന്? ഇവൻ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ മോൻ നല്ല മകനാകാൻ വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി ഒന്നും മിണ്ടിയില്ല. മൂസാ നബി ചിന്തിച്ചു, പടച്ചു അള്ളയല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂലെന്ന്, പിന്നെ എങ്ങനെ പ്രസവിച്ചു? അള്ളയാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന്, പിന്നെ എങ്ങനെ പ്രസവിച്ചു? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മൂസാ നബിയെ, അല്ലാഹു ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്ർ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ ദിക്ർ പറഞ്ഞതിനെ കൊണ്ടാണ് അല്ലാഹു ഈ പെണ്ണിന് മക്കളെ കൊടുത്തത്. അല്ലാഹുടെ തീരുമാനത്തെ പോലും അല്ലാഹു മാറ്റിയെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാ, ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അല്ലാഹുവിന്റെ തീരുമാനം പോലും അല്ലാഹു മാറ്റും. അതാണ് ഈ ദിക്റിന്റെ മഹത്വം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഇത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഉപകാരപ്പെടും. പറഞ്ഞുതരട്ടെ? വേണോ? വേണ്ട? അവസാനം പറഞ്ഞാ പോരെ? ശരി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു പഠിക്കും. യാ റഹീമു യാ അല്ലാഹ്. ഏതാ ദിക്ർ? അല്ലാഹു പറയുകയാ, ഈ പെണ്ണ് പ്രസവിക്കത്തില്ല. അപ്പോഴും ആ പെണ്ണ് പറയാ, യാ റഹീമു യാ അല്ലാഹ്. ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. അല്ലാഹു കരുണയുള്ളവനാടോ. നീ 10 വട്ടം വിളിച്ച ഒരിക്കൽ അല്ലാഹു ആ വിളി കേൾക്കും. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനല്ല. നമ്മളാണെങ്കിൽ പറയുന്നത് നിരാശയാണ്. ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് പച്ചമരുന്ന് കടിച്ചു, തങ്ങന്മാരുടെ മുന്നിൽ, ഉസ്താദന്മാരുടെ മുമ്പിൽ പോയി, എല്ലാം കഴിഞ്ഞു, നിരാശയാ. വേണ്ട പെങ്ങളെ,